നമുക്ക് വൈറലാകാം. ചിരിക്കി ആക്കി ഇതൊക്കെ പായൽ പോലത്തെ പൂപ്പലാണ്. പായൽ പോലത്തെ പൂപ്പലാണ്. ചാറ്റ തന്നിട്ട് അതെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ എനിക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അവരെ വെൽക്കം ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് ഞാൻ. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എൻ്റെ വീഡിയോസിൽ സുപരിചിതമായിട്ടുള്ള ഫേസസ് ആണ്. എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം ഇവരെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇവരെനിക്ക് സ്പെഷ്യൽ ഗസ്റ്റാണ്. കാരണം എന്നെ കാണാനായിട്ട് അങ്ങ് ആലപ്പുഴയിൽ നിന്നാണ് എല്ലാവരും വന്നേക്കുന്നത്. ഞാനിപ്പോൾ മലപ്പുറത്താണ്. ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം 1 മന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഇവരെയൊക്കെ കണ്ടിട്ട് കുറച്ചധികം ദിവസങ്ങളായതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ നല്ല ഹാപ്പിയായി. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. വീടിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെ ഇതുപോലുള്ളൊരു വ്യൂ ആയതുകൊണ്ട് അവർ വീട്ടിൽ സ്പെൻഡ് ചെയ്തതിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടങ്ങളിലൊക്കെയാണ്. അത് അനന്തും വിഷ്ണുവേട്ടനുമാണ്. ഇവർ മാത്രമല്ലായിരുന്നു, അച്ഛമ്മയും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വീട്ടിലാണ്. നല്ല വെയിലാണ്. പിന്നെ ഇവർക്ക് വെയിലൊന്നും ബാധകമല്ലാത്തത് കൊണ്ട് അവരിങ്ങ് പോന്നു. ആ വരുന്നതാണ് അച്ഛമ്മ. ആള് വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങിയില്ല. വീട്ടിൽ വന്ന പാടെ കുറച്ച് വെള്ളവും കുടിച്ച് ഇറങ്ങിയ ഇറക്കമാണ്. വെയിലൊന്നും അവർക്കൊരു വിഷയമേ അല്ല. ഈ സമയത്ത് വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മണ്ണിലൂടെ ഇറങ്ങാനും നടക്കാനൊക്കെ നല്ല സുഖമാണ്. ഇപ്പോൾ അവിടെ ഞണ്ടിനെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു ഇഷ്ടം പോലുള്ള ഞണ്ടുകൾ ആ ഒരു സമയത്ത് അവിടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതിനെ പിടിക്കാനായിട്ടും അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുമാണ് കിച്ചു നടക്കുന്നത്. പക്ഷെ അവരുടെ നിഴൽ കാണുമ്പോഴേക്കും അതൊക്കെ ഓടി ആ കുഴിയിലേക്ക് കയറുകയാണ്. അങ്ങനെ ഒരുവിധം എല്ലാറ്റിനെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാനിതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, മാത്രമല്ല നല്ല വെയിലുമാണ്. പുഴയിൽ നിൽക്കുമ്പോൾ വെയിലേൽക്കുന്നത് നമുക്ക് അത്ര കണ്ട് മനസ്സിലാവില്ല, നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ കയറുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് 2 സെക്ഷനായിട്ടാണ് ഫുഡ് കഴിച്ചത്. ആർക്കും അത്ര വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. അവർക്ക് എപ്പോഴും പുഴയിലോട്ട് പോകണം, അങ്ങോട്ട് പോകണം എന്നുള്ള ആ ഒരൊറ്റ ചിന്തയായിരുന്നു. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത്, നല്ല വെയിലായതുകൊണ്ട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അനന്തു വീട്ടിൽ വന്നാലുള്ള സ്ഥിരം ഏർപ്പാടാണ് ജൂലിനെയും കൊണ്ട് ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങുക എന്നുള്ളത്. അവൻ എപ്പോൾ വന്നാലും ജൂലിനെയും കൊണ്ട് ഒരു വാക്കിന് ഇറങ്ങും. അതുപോലെ പുഴയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇറക്കി ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആള് അവനായിട്ട് നല്ല കണക്ഷനാണ്. ഞാൻ രണ്ടാമത് പുഴയുടെ സൈഡിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ പുഴയിലോട്ട് ഇറക്കലും നീന്തലും കുളിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവൻ കയറ്റിയതാണ്. പക്ഷെ ആൾക്ക് ഒട്ടും താല്പര്യമില്ല വീട്ടിലേക്ക് പോകാൻ. ഇവൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇതുപോലെ നടക്കുന്നതും വെള്ളത്തിൽ ഇറങ്ങുന്നതും നീന്തുന്നതൊക്കെയാണ്. പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവളെ ഇങ്ങനെ പിടിച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനും അമ്മയും അങ്ങനെ അവളെ കൂട്ടിന്ന് ഇറക്കാറില്ല. അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഒരാളെ കൊണ്ട് മാത്രമേ അവളെങ്ങനെ പിടിച്ച് നടക്കാനും ഓടിക്കാനൊക്കെ പറ്റുള്ളൂ. കുളിയും നടത്തവും ഒരു നീന്തലൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത അവരുടെ ഹോബിയാണ് ഓടുന്നത്. പാവം കുറച്ച് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓടിയപ്പോഴേക്കും ആകെ കിതച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോക്കി നിന്നപ്പോഴാണ് നമ്മളെ കൂട്ടത്തിലുള്ള 3 പേര് മിസ്സിങ് ആണല്ലോ എന്ന് മനസ്സിലായത്. നേരത്തെ തന്നെ അവരെൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ വഴി നേരെ പോകുന്നത് എവിടെയാണ്, അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നൊക്കെ. ഞാനാണെങ്കിലോ അവിടെ നമുക്ക് ഒരു സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങാമെന്നും പുഴയിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് പിള്ളേരുടെ സൗണ്ടും കളിച്ചിരികളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു സ്പോട്ടിൽ 3 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ 3 പേരും അവിടെ ഉണ്ടായിരുന്നു. ഒരാളിതാ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. ബാക്കി 2 പേരും പുഴയിൽ ഓൾറെഡി ഇറങ്ങി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ഒരു സമയമായപ്പോഴേക്കും വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ കണ്ട ആ ഒരു വ്യൂ അല്ല ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേരെ എനിക്ക് പുഴയിൽ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അത്ര കണ്ട് ധൈര്യമില്ലായിരുന്നു. ഇവിടെയൊന്നും അത്ര വലിയ ആഴോ കാര്യങ്ങളോ പേടിക്കേണ്ട സ്പോട്ടോ അല്ല. പക്ഷെ എങ്കിലും നമുക്കൊരു കരുതൽ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അവരുടെ കൂടെ തന്നെ നിന്നു. അവരാണെങ്കിൽ അങ്ങനെ പുഴയിൽ ഇറങ്ങുക നടക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. നല്ല ഡീസൻ്റായിട്ട് ആ ഒരു കല്ല് നമ്മൾ പറയുന്നത് കേട്ടിട്ട് വെള്ളത്തിലേക്ക് കാലുവിട്ട് ജസ്റ്റ് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്.
സത്യം പറഞ്ഞാൽ അവർ വന്ന സ്ഥലവും ആലപ്പുഴയാണ്. അവിടെ കായലുകളൊക്കെ ഒത്തിരി ഉണ്ട്. വെള്ളമൊക്കെ കണ്ട് നല്ല തഴമ്പിച്ച് വളർന്ന കുട്ടികളാണെന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഫീൽ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്ര പുഴയും കടലും എന്തുണ്ടെന്ന് പറഞ്ഞാലും വേറൊരു സ്ഥലത്ത് ചെന്ന് അതേ പുഴയും അതേ കടലും കാണുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഫീല് വേറെ കിട്ടും. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. ഇതുപോലെ വേറൊരു സ്ഥലത്ത് വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവരത് കൂടുതൽ എൻജോയ് ചെയ്യാനാണല്ലോ ശ്രമിക്കുക. അപ്പോൾ പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കോട്ടെ കളിച്ചോട്ടെ എന്ന് ഞാനും കരുതി. ഏതായാലും കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ അവരിനി തിരിച്ചു പോകും. ഇത് നമ്മുടെ വീടിനടുത്തുള്ളവർ തന്നെ കെട്ടിയതാണ്. ഈ ഒരു ട്രീക്ക് മുകളിലായിട്ട് ട്രീ ഹൗസൊക്കെ ഉണ്ടായിരുന്നു, പുളിമരമാണ്. പക്ഷെ ഇപ്പോൾ അത് ഡാമേജ് ആയത് പിന്നെ അവരത് ഊരി വെച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതിലൂടെയാണ് നമ്മളൊക്കെ ഇറങ്ങാറ്. അത്രയും ദൂരമൊന്നും പോവാറില്ല. അവർ നേരെ വീട്ടിലേക്ക് പോകുമെന്ന് ഓർത്ത് ഞാൻ തിരിച്ചു വന്നെങ്കിലും നേരെ വന്നവർ ഇവിടെയാണ് ഇറങ്ങിയത്. നിങ്ങൾ നേരത്തെ കണ്ട സെയിം സ്പോട്ട് തന്നെയാണിത്. ആ ഒരു ഞണ്ടിനെയൊക്കെ പിടിക്കാൻ നടന്ന സെയിം സ്പോട്ട് തന്നെയാണിത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമായിട്ടുണ്ട്. വേലിയേറ്റം വേലിയിറക്കമൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോഴും വെയിലുണ്ട്, ചൂടുമുണ്ട്. പക്ഷെ നമ്മൾ ഈ പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അത് അത്രയ്ക്ക് അറിയില്ല, കാറ്റുകൊണ്ടും വെള്ളത്തിൻ്റെ ആ തണുപ്പുകൊണ്ടൊക്കെ. പക്ഷേ ഇറങ്ങി ഇവിടുന്ന് കുറേ നേരം നിന്ന് നമ്മൾ കയറി കഴിഞ്ഞാലാണ് നമുക്ക് തലവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒത്തിരി വെയിലൊക്കെ കണ്ടാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുക. അങ്ങനെ കുറച്ച് നേരം കൂടെ അല്ലേ ഉള്ളൂ ഇനി അവരെന്ന് ഓർത്തിട്ട് കുറച്ച് നേരം കൂടെ ഞങ്ങളവിടെ പുഴയിലൊക്കെ നിന്നു. ഒരാളിതാ ഇവിടെ വെള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആകെ പാൻറ്റൊക്കെ നനച്ച് അലമ്പായിട്ടാണ് തിരിച്ചു പോയേക്കുന്നത്. ഓൾറെഡി ഡ്രസ്സൊന്നും നനയ്ക്കരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ വീട്ടിൽ നിന്നുണ്ടായത് കൊണ്ട് തന്നെ ബാക്കി 2 പേരും അധികം അങ്ങോട്ടേക്ക് വെള്ളത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഡ്രസ്സ് നനയ്ക്കൊന്നും ചെയ്തിട്ടില്ല. ആളുടെ മാത്രം ആ ഒരു കല്ലിൽ ഇറങ്ങിയപ്പോൾ പാൻറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് നനഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരെയും കഷ്ടപ്പെട്ട് ഞാൻ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇത് എല്ലാവരും പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. രാവിലെ ഒരു 11 മണിക്കുള്ളിൽ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു 4 മണി ഒക്കെ അടുപ്പിച്ചാണ് ഇപ്പോൾ തിരിച്ചു പോണത്. അത്രയും ദൂരം പോകാനുള്ളത് കൊണ്ട് തന്നെ അധികം നിൽക്കുക എന്നുള്ളൊരു ഓപ്ഷൻ അവരുടെ മുന്നിലില്ലായിരുന്നു. അച്ഛമ്മ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഇത്രയും ലോങ് ആയതുകൊണ്ട് തന്നെ എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എല്ലാവരും വന്നു. കുട്ടികൾക്കൊന്നും പോകാൻ അത്ര കണ്ട് താല്പര്യം ഇല്ലായിരുന്നു. ഒരു പക്ഷേ അത് നമ്മുടെ സ്ഥലത്തിൻ്റെ ആവാം. പണ്ടും എൻ്റെ കൂട്ടുകാരികളൊക്കെ വരുമ്പോൾ അവർ വീട്ടിൽ സ്പെൻഡ് ചെയ്യണതിലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് പുഴയിലായിരുന്നു. കൂട്ടുകാരികളെന്നല്ല, കസിൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് അവർക്കൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അവിടെയൊക്കെ നടക്കാനും കളിക്കാനും കക്കെടുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പോകാനൊന്നും വലിയ താല്പര്യമില്ല. എന്തായാലും പോയല്ലേ പറ്റൂ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തായാലും എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാനായിട്ട് വരാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇപ്പോൾ തൽക്കാലം അവർ പോവുകയാണ്. എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ ഒരാളൊഴിഞ്ഞ് അരങ്ങ് പോലെ ആയിട്ടുണ്ട്. ഒച്ചയും ബഹളവും ഒക്കെ ഇല്ലാണ്ടായിട്ട്. ഇത് അവിടെ നിന്ന് എനിക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഉത്സവത്തിൻ്റെ ഒരു പങ്കുണ്ട്. അതുപോലെ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചാമ്പങ്ങയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പൂവ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, കായ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൽ കായ ഉണ്ടായിട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്, കാരക്കയാണ്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. അമ്മ ഉപ്പിലിട്ടിട്ട് കൊണ്ടുവന്ന് തന്നതാണ്.